നമസ്കാരം. ഇന്നലെ നമ്മളുടെ കമ്പനിയിൽ നിങ്ങളൊരു ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന KYC വെരിഫിക്കേഷനാണ്. റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ലോൺ അപ്രൂവ്ഡ് ആണ്. ஏதாவது பேர் உனக்கு தெரியுமா? அஸ்வின், விஜய், கிரண், கல்பனா, ஏதாவது பேர் தெரியுமா? நீ இத்தனை பேரு இத்தனை ஐடி ப்ரூஃப் ஷேர் பண்ற, இத்தனை நேம் சொல்ற, அப்போ நீயும் எங்க கேங்க்ல தான் யாரோ ஒருத்தரா இருப்பீங்கன்னு நினைக்கிறேன். നമസ്കാരം സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വീഡിയോ ആണിത്. നമ്മുടെ ഇന്ത്യയിൽ ഇനി നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾക്കകത്ത് സ്ത്രീകൾ ഇൻവോൾവ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറയാൻ പോകുന്നത്. ഒരു സുന്ദരം ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ലോൺ സംവിധാനം, അതായത് ആർക്ക് വേണമെങ്കിലും ലോൺ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരസ്യം വന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സബ്സ്ക്രൈബർ പെട്ടുപോയ ആളല്ല ഇതിനകത്ത്. ആ നമ്പർ എനിക്ക് തന്നു. ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു. സുന്ദരം ഫിനാൻസ് എന്ന് പറയുന്നു. ഇൻഷുറൻസിനായിട്ട് ഇത്ര എമൗണ്ട് കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് 40,000 രൂപയാണ്. எல்லா டீட்டெயிலும் ப்ராப்பரா சென்ட் பண்ணுங்க. நீங்க சென்ட் பண்ணீங்கன்னா நான் இன்சூரன்ஸ்க்கு மெயில் கொடுத்துருவேன். இன்சூரன்ஸ் கம்பெனில இருந்து உங்களுக்கு வெரிஃபை கால் பண்ணுவாங்க. அது கம்ப்ளீட் பண்ணி முடிச்ச பிறகு உங்களுக்கு அப்ளிகேஷன் சென்ட் பண்ணுவாங்க. பேமெண்ட்டுக்கான லிங்க் சென்ட் பண்ணுவாங்க. உங்களுடைய ஜிபே, ஃபோன்பே, கிரெடிட் கார்டு ஆப்ஷன் மூலமா நீங்க போய் பண்ணிட்டு அந்த ரெசிப்டை நீங்க எங்களுக்கு ஃபார்வர்ட் பண்ணுவீங்க. ஓகேங்களா? 41,800 நான் ரெடியூஸ் பண்ணிருக்கேன். உங்ககிட்ட 50 + GST சொன்னேன் இல்லையா? உங்களுக்கு கம்மி பண்ணி இப்போ 41,800 பே பண்ண சொல்லிருக்கேன். 40,000 ஃபார் இன்சூரன்ஸ் + GST 1,800. ஓகே, பண்ணி முடிச்ச பிறகு நீங்க மெயின்டைன் பண்ணிட்டு இருக்கான இந்த தேதியில பேலன்ஸ் வந்து ஸ்கிரீன்ஷாட் സെൻഡ് பண்ணுங்க. சரி, ഇത് ഞാൻ അവർക്ക് ഫേക്ക് ആയിട്ട് സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തതാണ്. ഇത് ഞാൻ എൻ്റെ ഒരു കോൺടാക്ട് നമ്പർ തന്നെ അതിന്റെ സെൻഡർ നെയിം ഒക്കെ മാറ്റിയിട്ട് അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തതാണ്. ഞാൻ എന്ത് ചെയ്തൊരു മെസ്സേജ് ഞാൻ തന്നെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിട്ട് 62,000 രൂപ ഉണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ഒരു മെസ്സേജ് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു എക്സ്ട്രാ പേയ്മെന്റ് വരും സാർ, 60,000 രൂപ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 62,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് കണ്ടപ്പോൾ അവർ 40,000 ഉള്ളത് 60,000 ആക്കി മാറ്റി. இப்போ வந்து 4 lakhs வந்து லோன் அப்ளை பண்ணிருக்கீங்க இல்லையா? இஎம்ஐ அமௌண்ட் பாத்தீங்கன்னா 7,940 எவ்ரி மந்த் ஃபார் இஎம்ஐ 10th ஆட்டோ டெபிட். ஓகே, 5 months tenure, 5 years tenure. Okay. Support this loan support document for insurance. Okay. Insurance document you are pay direct insurance company. ஓகேங்களா? இவர் 5 விதமான இன்சூரன்ஸ் கம்பெனி டைப்ல இருக்காங்க. லோனுக்கான இன்சூரன்ஸ் இந்த எங்க பேங்கோட டைப்பா இருக்காங்க. எதுக்காகன்னு பாத்தீங்கன்னா சப்போர்ட் டாக்குமெண்ட்டுக்காக நீங்க வந்து இந்த லோனுக்கு வந்து நீங்க இன்சூரன்ஸ் பே பண்ணணும். எவ்வளவு பே பண்ணணும்னு பாத்தீங்கன்னா 50,000. ஓகேங்களா? 50%? 50,000 நீங்க பே பண்ணணும். ப்ளஸ் GST 2,250 പേ பண்ணணும். അങ്ങനെ അത് അടിച്ചെടുക്കാൻ നോക്കി. അങ്ങനെ ഇതുപോലെ ഒരുപാട് പേര് പെട്ടുപോയിട്ടുണ്ട്. ഇൻഷുറൻസ് ചാർജ്, അങ്ങനെ ചാർജ്, മറ്റേ ചാർജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഒറിജിനൽ ഇൻഷുറൻസ് കമ്പനിയുടെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെ ലോണിന്റെ മുൻപായിട്ട് ഇൻഷുറൻസ് എമൗണ്ട് പോലെ മേടിക്കുക, അതായിട്ട് മുങ്ങുക. ഈ പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പുറകിലുള്ള കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലികോളിംഗ് സ്റ്റാഫുകളായിട്ടുള്ള സ്ത്രീകളെ വെച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. തമിഴ്നാട് ബേസ്ഡ് ആണ്. അപ്പം ഞാൻ ഈ സ്ത്രീയുമായിട്ട് ആദ്യം നോർമലി എനിക്കൊന്നും അറിയാത്ത പോലെ ഞാൻ കുറേ സംസാരിച്ചു. അങ്ങനെ കുറേ ഓഡിയോ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അവസാനം ആയപ്പോഴേക്കും എനിക്കിത് സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലായെന്ന് അവരെ ഞാൻ കാണിച്ചു. അതുപോലെ തന്നെ ഈ OLXലെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് നിങ്ങൾക്ക് ഇത്രയും പേരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാലോ, അപ്പം നിങ്ങളും ഞങ്ങളുടെ സംഘത്തിലുള്ള ആളല്ലേ എന്നാണ് ചോദിച്ചത്. ஏதாவது பேர் உனக்கு தெரியுமா? அஸ்வின், விஜய், கிரண், கல்பனா, ஏதாவது பேர் தெரியுமா? நீ இத்தனை பேரு இத்தனை ஐடி ப்ரூஃப் ஷேர் பண்ற, இத்தனை நேம் சொல்ற, அப்போ நீயும் எங்க கேங்க்ல தான் யாரோ ஒருத்தரா இருப்பீங்கன்னு நினைக்கிறேன். അപ്പോൾ എത്രത്തോളം വ്യക്തമായിട്ട് ഈ തട്ടിപ്പിനെ കുറിച്ച് ആ സ്ത്രീക്ക് അറിയാമെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വെറുതെ ഒരു ടെലികോളിംഗ് സ്റ്റാഫായിട്ട് അവിടെ പോയിട്ട് ഒന്നും അറിയാതെ സാലറി മേടിച്ച് വീട്ടിൽ പോകുന്നവളല്ല അവൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടാണ് ഇവർ സംസാരിച്ചതും അതുപോലെ തന്നെ എന്നെ വീഴ്ത്താൻ നോക്കിയതും ഈ ഇൻഷുറൻസ് ചാർജുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൈസ ചോദിച്ചുകൊണ്ട്. ഇങ്ങനെ എത്ര പേര് പെട്ടുപോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പറയും ഈ ലോണൊക്കെ എടുക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ഇതുപോലെ അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അറിയാത്തവന്മാർ കൊടുക്കുന്നതാണ്, അവർക്ക് വിവരം ഇല്ലാത്തത് കൊണ്ടാണ്, അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടെന്നൊക്കെ പറയും. ഇതെവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു ലോൺ വേണം, ഓൺലൈനിൽ കിട്ടും, പക്ഷെ അതിൽ നിങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കരുതെന്നുള്ള ഏതെങ്കിലും സബ്ജക്റ്റിനകത്ത് പറയുന്നുണ്ടോ? ഏതെങ്കിലും പോലീസുകാർ എന്തെങ്കിലും ബോധവൽക്കരണം നടത്തുന്നുണ്ടോ? ഈ സോഷ്യൽ മീഡിയയിൽ അല്ലാണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നാലാൾ അറിയുന്ന രീതിയിൽ ഒരു ഗ്രാമപ്രദേശത്ത് പോയിട്ട് എന്തെങ്കിലും ബോധവൽക്കരണ ക്ലാസ്സുകളോ മറ്റോ നടത്തുന്നുണ്ടോ? ഇല്ല. ഇടുക്കിയിലുള്ള ഒരു വീട്ടമ്മ, 65 വയസ്സുള്ള വീട്ടമ്മ, നഷ്ടപ്പെട്ടത് ഏകദേശം 1,4 ലക്ഷം രൂപയാണ്.
എന്നെ വിളിച്ചിട്ട് അവർ പറയുന്നത് മകളെ എന്തോ ആവശ്യത്തിന് ലണ്ടനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ലോണ് കിട്ടുന്ന പ്രതീക്ഷിച്ചത്, അവളവിടെ കുടിയും കിടക്കുകയായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടും, ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോലും ഇവർക്കൊരു ദയം ഉണ്ടായില്ല. അവർ ആ പൈസ മൊത്തം മേടിച്ചുകൊണ്ട് പോയി. അതായത് ആദ്യം മേടിക്കുന്ന 30,000 ആണ്, പിന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ മേടിച്ചുകൊണ്ടേയിരിക്കുക, കയ്യിലുള്ള പൈസ മൊത്തം ഊറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവരൊരു കണ്ണിച്ചോര ഇല്ലാത്ത രീതിയിൽ ഈ സ്ത്രീയുടെ എല്ലാ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോയി. കാര്യം നടന്നതുമില്ല. ഞാൻ പറഞ്ഞു സൈബർ സെല്ലിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാനുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് വഴി, അല്ലാതെ ഈ ക്രിമിനൽസിനെ പിടിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയില്ല കേട്ടോ. ഈ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടത്തിയിട്ട് അതിനകത്ത് എന്തെങ്കിലും എമൗണ്ട് അവിടെയും ഇവിടെ അക്കൗണ്ടിൽ കുടിയും കിടക്കുന്നുണ്ടെങ്കിൽ അത് പിൻവലിച്ച് നമുക്ക് ബാങ്ക് വഴി കിട്ടും. ഈ ബാങ്ക് എന്ത് ചെയ്യും, ഈ ബാങ്ക് കോടതി വഴി നമ്മൾ ഈ എമൗണ്ട് നമ്മുടേതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർ മേടിച്ചോളാൻ പറയും. അപ്പോൾ ഒരു വക്കീലിനെ വെച്ച് മേടിപ്പിക്കാം, അല്ലെങ്കിൽ വാദിച്ചുകൊണ്ട് എങ്ങനെ വേണേൽ മേടിക്കാം. ആ ഒരു ഓപ്ഷൻ മാത്രമേ നിലവിൽ ഇന്ന് സൈബർ തട്ടിപ്പിൽ പെട്ടുപോയവർക്ക് ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ തട്ടിപ്പിൽ പെട്ടവരെ പോയി പിടിച്ചിട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ട് ആ പൈസ അയാളുടെ നിന്ന് മേടിച്ചിരുന്ന പരിപാടിയൊന്നും നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പോയി പെടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അഡ്വാൻസ് പേയ്മെൻറ്റ് എവിടെയും കൊടുക്കേണ്ട കാര്യമില്ല ലോണിന് വേണ്ടി എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതുപോലെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ വെച്ചിട്ടോ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേര് രക്ഷപ്പെട്ടു പോകുമെന്ന് ആലോചിച്ച് നോക്കി. ഒന്നും അറിയാത്ത എത്ര പേരുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ വാർഡ് തലത്തിലോ ഒക്കെ ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പിൽ പോയി പെട്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാൽ എത്ര പേര് രക്ഷപ്പെട്ടു പോകും നിങ്ങൾ ചിന്തിച്ച് നോക്കുക. പക്ഷെ ആരും ചെയ്യില്ല. എന്നിട്ട് ആരെങ്കിലും പെട്ടുപോയിട്ട് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാലോ പോലീസുകാരുടെ മുന്നിൽ വിളിച്ചാലോ സൈബർ സെല്ലിൽ വിളിച്ചാലോ നിങ്ങൾക്ക് ഇത്ര വിദ്യാഭ്യാസം ഇല്ലേ? അങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? ഈ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഇപ്പോൾ ഒരാൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ നിങ്ങളെ കൊല്ലാൻ വന്നു, നിങ്ങൾക്കൊരു വെട്ട് കിട്ടി, നിങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കുമോ ആ വെട്ടിന് നിന്ന് കൊടുത്തിട്ടല്ലേ ചോദിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് നിന്ന് കൊടുക്കുന്നതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഇവർ. ആര് പെട്ടുപോകുന്നവരൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരല്ല. അവർക്ക് ഈ പൈസ നഷ്ടപ്പെടുമെന്നുള്ള ധാരണയില്ല, അതിനെക്കുറിച്ച് അറിവില്ല. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു, അവർ പൈസ അയച്ചു കൊടുക്കുന്നു, അങ്ങനെ അവർ പെട്ടുപോകുന്നു. അവർ ഇത്തരത്തിൽ പോയി സൈബർ സെല്ലിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നു. ചില കേസിൽ ആ ബാങ്ക് വഴി കുടുങ്ങി കിടക്കുന്ന എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നു. ഇത്രയൊക്കെ നടക്കുന്നുള്ളൂ ഇവിടെ. അപ്പം ഈ അടുത്ത ഞാൻ ഒരു റെക്കോർഡ് കേൾപ്പിക്കാം. നമ്മുടെ എൻഫ്യൂഷൻ ലോൺ എന്ന് പറഞ്ഞ ടീം ഉണ്ടായിരുന്നല്ലോ, പണ്ട് ഞാൻ തെറിയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തില്ലേ 37 മിനിറ്റിൻ്റെ. ആ വീഡിയോ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുക, അത് മൊത്തം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരിപ്പോൾ മാറ്റി കേട്ടോ, ബാംഗ്ലൂർ ആസ്ഥാനമായിരുന്നു, അവരിപ്പോൾ ഹൈദരാബാദിലേക്ക് മാറ്റി. അവിടെ ഇതുപോലെ ഫിനാൻഷ്യൽ മാനേജർ, മറ്റേ മാനേജർ, മറിച്ചേ മാനേജർ, അവൻ്റെ അത്രയൊക്കെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഒരാൾ സംസാരിക്കും, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് വേണമെന്ന് പറയും, അത് മലയാളം എന്ന് പറയും, മലയാളത്തിൽ തന്നെ അവൻ സംസാരിക്കും. അങ്ങനെ മാറി ഇതൊക്കെ ഇന്ത്യയിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് തന്നെ പിടിക്കപ്പെടും എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഇവന്മാർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റും. നമസ്കാരം. ഇന്നലെ നമ്മളുടെ കമ്പനിയിൽ നിങ്ങളൊരു ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന KYC വെരിഫിക്കേഷനാണ്. റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ലോൺ അപ്രൂവ്ഡാണ്. പക്ഷേ നിങ്ങളുടെ പ്രൊഫൈലിലെ കുറച്ച് കൺസേൺ കമ്പനിയുടെ സൈഡിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് നിങ്ങളെ ഇൻഫോം ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ തീരുമാനം എന്താ വെച്ചാൽ നിങ്ങൾ ഇന്നലെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത എക്സിക്യൂട്ടീവിനെയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മെസ്സേജ് അയച്ചു തരുന്ന ഓഡിറ്റ് മാനേജറോ അറിയിക്കുക. നിങ്ങളുടെ പുതിയ കസ്റ്റമർ ആയതുകൊണ്ടും നിങ്ങളുടെ പ്രൊഫൈലിലൊരു റീപേയ്മെൻറ്റിൻ്റെ ഒരു ഡൗട്ട് കമ്പനിയുടെ സൈഡിൽ നിന്ന് അവർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. രണ്ട് രീതിയിൽ എന്നല്ല, മെയിനായിട്ട് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഗ്യാരണ്ടറിനെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്യാരണ്ടർ എന്ന് പറയുമ്പോൾ ഡെയിലി വേജസ് ഒരാളെ പറ്റില്ല. പ്രോപ്പറായിട്ട് മാസം സാലറി കിട്ടുന്ന ആധാർ കാർഡ്, പാൻ കാർഡും 3 മാസം സാലറി സ്ലിപ്പ് നിർബന്ധമാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല. സാലറി സ്ലിപ്പുള്ള ഒരാളെ വേണം. അപ്പോൾ അതെന്തായാലും വെരിഫിക്കേഷൻ ഉണ്ടാവും. കാരണം നിങ്ങൾ തന്നെ ഡോക്യുമെൻറ്റ്സ് ജെനുവനാണോ അല്ലോ എന്ന് വെരിഫൈ ചെയ്യണ്ടേ. അത് അവരുടെ കമ്പനിയിൽ നിന്ന് റെസ്പോണ്ട് കിട്ടണം. അപ്പോൾ ആ റെസ്പോൺസ് കിട്ടാൻ എന്തായാലും 2 ആഴ്ച ടൈം യൂഷ്വലി എടുക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് തരാം. ആ ഡേറ്റിൽ നിങ്ങൾക്കും ഗ്യാരണ്ടർക്ക് ഇവിടെ വന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വന്ന് ചെയ്യാൻ പറയുമ്പോൾ കമ്പനി അഡ്രസ്സ്, ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ, ആളെ കോൺടാക്ട് ചെയ്താൽ മതി. ആൾ കമ്പനിയുടെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ആളെ കോൺടാക്ട് ചെയ്ത് കമ്പനി ഡീറ്റെയിൽസ് എല്ലാം ക്ലാരിഫൈ ചെയ്യുക. ഇപ്പോൾ അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ ഇന്നലെ അപ്ലൈ ചെയ്ത് ഇന്നത്തെ ഒരു ആവശ്യത്തിനാണ്, എമർജൻസിയാണ്, പൈസ അത്യാവശ്യമാണ്, നമുക്ക് ഗ്യാരണ്ടറില്ല, ഗ്യാരണ്ടർ നിർത്താൻ ആളില്ല, ഇപ്പോൾ ഇന്ന് തന്നെ ക്യാഷ് വേണം, സ്വന്തം റിസ്കിൽ ലോൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓഡിറ്റ് മാനേജർ അറിയിക്കുക. കാരണം നിങ്ങളുടെ റിസ്കിൽ ലോൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ ഗ്യാരണ്ടർ ഇല്ലാത്തതുകൊണ്ട് പകരം ഗ്യാരണ്ടി എമൗണ്ട് അടച്ച് വേണം ചെയ്യാൻ. ലോണിൻ്റെ 10% വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലോൺ 50,000 ആണെങ്കിൽ 10% 5,000 അടയ്ക്കേണ്ടി വരിക. 1 ലക്ഷം ആണെങ്കിൽ 10% 10,000 രൂപ വരും. അങ്ങനെ ലോൺ എമൗണ്ട് എത്രയാണോ അതിൻ്റെ 10% എമൗണ്ട് വരുന്നത്. സോ ആ എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അത് പിന്നെ ഫീസോ ചാർജോ ഒന്നുമല്ല. അടിച്ചാലും നിങ്ങൾക്ക് ലോൺ എമൗണ്ടിൻ്റെ ഒപ്പം തന്നെ റീഫണ്ട് ആയിട്ട് കിട്ടുന്ന ക്യാഷാണ്. കാരണം നമ്മൾ RBI രജിസ്റ്റേർഡ് ആയതുകൊണ്ട് കസ്റ്റമേഴ്സിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് പൈസ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ സ്വന്തം റിസ്ക്കിലാണ് ചെയ്യുന്നത്. ഗ്യാരണ്ടർ ഇല്ലാത്തതുകൊണ്ടും ഇന്ന് തന്നെ ലോൺ വേണമെന്നുണ്ടെങ്കിലും ഈ രീതിക്ക് ചെയ്യാം. എമർജൻസി ലോൺ ആയതുകൊണ്ട് മാക്സിമം ഒരു 50 to 20 മിനിറ്റ്സ് ടൈം എടുക്കുള്ളൂ. 10-20 മിനിറ്റിനുള്ളിൽ ലോൺ എമൗണ്ടും ഈ അടയ്ക്കുന്ന എമൗണ്ടോട് ചേർത്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തായിരുന്നായിരിക്കും. ഈ ഒരു ഓഡിയോ കേട്ടതിന് ശേഷം ഓഡിറ്റ് മാനേജറിനോടോ എക്സിക്യൂട്ടീവിനോടോ ഈ ഒരു ലോൺ എമൗണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കിയിട്ട് തരൂ എന്നൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല. കാരണം അത് എമർജൻസി ലോൺ ഉള്ളവർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നവരാണ്. ഓൺലൈനായിട്ട് അടച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അടച്ച് ചെയ്താൽ മതി. താങ്കളിപ്പോൾ അടച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോൺ അപ്രൂവ്ഡ് ആണ്. ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഗ്യാരണ്ടി എമൗണ്ട് അടച്ച് ചെയ്യാം. അതിലേത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇതാണ്. ലോൺ എന്തായാലും അപ്രൂവ്ഡ് ആണ്. അപ്പോൾ ഈ ഓഡിയോ കേട്ടതിന് ശേഷം കൃത്യമായിട്ട് ഓഡിറ്റ് മാനേജറോട് ടൈം പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ തീരുമാനം ഓഡിറ്റ് മാനേജറിനും എക്സിക്യൂട്ടീവിനും അറിയിക്കാം. പിന്നെ കമ്പനി പറ്റി എന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഇന്നലെ കോൺടാക്ട് ചെയ്ത എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ, ആളെ കോൺടാക്ട് ചെയ്താൽ മതി. ആൾ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വ്യക്തമായിട്ട് ഓഡിയോ കേൾക്കുക. 2 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഗ്യാരണ്ടി തന്നെ വെച്ച് ചെയ്യുക, ഇന്ന് തന്നെ വേണ്ട ലോൺ ആണെങ്കിൽ ഗ്യാരണ്ടി എമൗണ്ട് അടച്ച് ചെയ്യുക. അത് കമ്പനി ഡീറ്റെയിൽസ് എല്ലാം നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്ന്. പിന്നെ ഇപ്പോൾ ഹൈദരാബാദ് ബേസ്ഡ് ഉള്ള ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവന്മാർ തട്ടിപ്പ് നടത്തുന്നത്. ഈ സ്ഥാപനം ഒന്നും ഉള്ളതല്ല. ഈ ബാംഗ്ലൂർ ബേസ്ഡ് ആയാലും ശരി, ഹൈദരാബാദ് ബേസ്ഡ് ആയാലും ശരി, ഇവന്മാർ പറയുന്ന ഈ സ്ഥാപനങ്ങളൊന്നും ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. അങ്ങനെ സർവീസ് ചാർജ് അവർ പറയുന്ന തട്ടിപ്പ് നടത്തുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് പൈസ മേടിക്കാത്തല്ല, എന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി എമൗണ്ട് കെട്ടി വെച്ചിട്ട് പൈസ മേടിക്കാമെന്ന് പറയും. അപ്പോൾ ആരും ഡയറക്റ്റ് ഈ ഹൈദരാബാദ് വരെ ഒന്നും പോകില്ല. ഗ്യാരണ്ടി എമൗണ്ട് അടച്ചു കൊടുക്കും, ഇവർ മുങ്ങുകയും ചെയ്യും. ഗ്യാരണ്ടി എമൗണ്ട് അടച്ചാൽ പിന്നെയും ഓരോ ട്രിക്ക് ഇറക്കിക്കൊണ്ട് അവർ നമ്മുടെ നിന്ന് പൈസ ഊറ്റിക്കൊണ്ടുപോകാൻ നോക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ, ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ അങ്ങോട്ട് സൈബർ സ്കാം എന്ന് പറയുന്ന ഒരു സംഭവം വലിയ ഒരു സംഭവം തന്നെയായിട്ട് വാർത്താ മാധ്യമങ്ങളിലും മറ്റും വരും. തീർച്ചയായിട്ടും ബോധവൽക്കരണങ്ങളും കാര്യങ്ങളും പല ലെവലിലും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത് നിയമ സംവിധാനത്തിൻ്റെ വഴിയാണോ അല്ലെങ്കിൽ പോലീസുകാർ വഴിയാണോ എന്ന് ഞാൻ പറയുന്നില്ല. അല്ലാത്ത രീതിയിലുള്ള, നിങ്ങളെ അറിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഭാവിയിൽ വരും. അടുത്ത ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക്, അതായത് ഏതൊരു ഗ്രാമപ്രദേശത്തുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് തട്ടിപ്പുകളെ കുറിച്ച് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത് ഞാൻ പറയുകയാണ്. കാരണം ഇനിയൊരു 1-2 മാസം കൂടെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളത്തിലുള്ള ആരും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പോയി പെടാൻ പാടില്ല. തട്ടിപ്പ് ചെയ്ത് ജീവിക്കുന്നവർക്ക് വേറെ എന്തെങ്കിലും ജോലി കണ്ടെത്തേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. മലയാളികൾ പ്രത്യേകിച്ച്, നമ്മൾ ഹിന്ദി ചാനലും അതുപോലെ ഇംഗ്ലീഷ് ചാനലൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് വേണ്ടി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ മലയാളികളുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഹിന്ദിക്കാരോ മറ്റോ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് മലയാളികളെ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മലയാളികളാണ് ഒന്നുകൂടെ വിദ്യാഭ്യാസം കുറവൊന്നും പറയാൻ പറ്റില്ല. മലയാളികൾക്ക് വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പല സംവിധാനങ്ങളെ കുറിച്ച് അറിയുന്നതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ മാതിരി ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലും കയറിയിട്ട് ഇത്തരത്തിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതും പോകുന്നതും ഒക്കെ. ഒരു നോർത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് അയച്ചു ചെയ്യുന്നത് അതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞാൽ ആ പുള്ളിക്ക് അറിയില്ല. അവരങ്ങനെ ആ തട്ടിപ്പിൽ പെട്ടുപോകില്ല. പക്ഷെ നമുക്കറിയാം, നമുക്ക് എന്ത് എടുക്കണം, എങ്ങനെ എടുക്കണം, എവിടെ ഫില്ല് ചെയ്യണം, എന്ത് ഫില്ല് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്, വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് മലയാളികൾ ഇതിൽ പെട്ടുപോകുന്നത്. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, അറിവില്ലായ്മയാണ്. അതായത് ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ് ഇതിലത്ത് പെട്ടുപോകുന്നത്. അല്ലാണ്ട് പഠിക്കാത്തവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നുമല്ല. വിദ്യാഭ്യാസത്തിനകത്ത് ഒരിക്കലും ഈ സാധനം, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മുതൽ +2 വരെ പഠിക്കുന്നു, കോളേജ് പഠിക്കുന്നു, ഡിഗ്രി PG ഒക്കെ പഠിക്കുന്നു. ഇവിടെ ഒന്നും ഈ തട്ടിപ്പുകളെ കുറിച്ച് പഠിക്കുന്നില്ല. അതൊരു സബ്ജക്റ്റ് അല്ല. അവരോട് പറയുന്നില്ല നിങ്ങൾ എന്താ പറയുക, ഫേക്ക് ആയിട്ടുള്ള ലോൺ ആപ്പുകൾ എടുക്കരുത്, അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തുള്ള ലോൺ മേടിക്കരുത്. ഇതൊന്നും എവിടെയും പറഞ്ഞു കൊടുക്കുന്നില്ല. പഠിക്കാനുള്ള കാര്യങ്ങൾ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു, വിടുന്നു. ബോധവൽക്കരണോ കാര്യങ്ങളോ ഒന്നും സൈബർ സെല്ലിന്റെ ഭാഗത്തുനിന്ന് കോളേജിലോ മറ്റോ നടക്കുന്നില്ല. മേ ബി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, എൻ്റെ അറിവിലില്ല. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, അറിവില്ലായ്മ കൊണ്ടാണ് ഈ പെട്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ അറിവുകൾ ഉണ്ടാക്കി കൊടുക്കുക. ഈ പറയുന്ന മലയാളികളായിട്ടുള്ള ആളുകളിലേക്ക് അറിവുകൾ ഉണ്ടാക്കി കൊടുക്കുക. സൈബർ തട്ടിപ്പുകളെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കി കൊടുക്കുക. സൈബർ സ്കാമിൽ പെട്ടുപോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വരുന്ന വിഷയം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഈ വീഡിയോ കണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് വാട്സപ്പ് ഹാക്കിങ്ങിനെ കുറിച്ചാണ്. ഒന്നും അറിയാത്ത ആൾക്കാരുടെ വാട്സപ്പിലേക്ക് OTP വരുമ്പോൾ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ വാട്സപ്പ് ഹാക്കായി പോകുന്നൊരു സംവിധാനം നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിൽ കാണാം അടുത്തതായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ കാണാം. ഗുഡ് ബൈ.